ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പല മാരക രോഗങ്ങൾ എന്നുള്ളത്. മാരക രോഗങ്ങൾ ശരീരത്തിലേക്ക് കടന്നു വന്നിട്ട് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചിലർക്ക് കിടന്ന കിടപ്പിൽ തന്നെ കിടക്കാണ്, ചിലർക്ക് അതുപോലുള്ള മാരകമായ ക്യാൻസർ പോലുള്ള ട്യൂമർ പോലുള്ള രോഗങ്ങൾ, അതുപോലെ നിത്യരോഗങ്ങൾ, ശരീരത്തിൽ എന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള ഷുഗർ പോലെ, BP പോലെ, അതുപോലുള്ള കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളാണ് മനുഷ്യന്മാർക്കിടയിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം നൽകുന്നവനാണ്, ആ രോഗത്തെ എടുത്തു മാറ്റാനും കഴിവുള്ളവനാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു ഇസ്മ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും ശിഫയാകും. അതുമാത്രമല്ല, ഗർഭവതികളായ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണല്ലോ സുഖപ്രസവം എന്നുള്ളത്. അപ്പോൾ ആ സുഖപ്രസവം ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഇസ്മാണ്. അതുപോലെ തന്നെ ഇസ്മിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആഗ്രഹ സഫലീകരണം ലഭിക്കും എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഇസ്മിന് കൃത്യമായൊരു അതതുണ്ട്. മഹാരഥന്മാർ ചൊല്ലിയിരുന്ന അതതുണ്ട്. ആ അതത്, ഒരു എണ്ണം കൃത്യമായിട്ട്, ആ എണ്ണവും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ എണ്ണത്തോടെ ആ ഒരു ഇസ്മ വളരെ കൃത്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആഗ്രഹം സഫലമാകുമെന്നുള്ളതാണ്. ഗർഭവതികളായ സഹോദരിമാർക്ക് സുഖപ്രസവം ലഭിക്കും എന്നുള്ളതാണ്. രോഗങ്ങൾ ശിഫയാകും എന്നുള്ളതാണ്. ബിസിനസ് വിജയിക്കും എന്നുള്ളതാണ്. ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ പുരോഗതിയിലെത്തും. സദാ എൻ്റെ ബിസിനസ് പച്ച പിടിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരോട് പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായിട്ട് പറയാം, ഈ ഇസ്മ, ഈ എണ്ണത്തിൽ ഇൻഷാ അള്ളാഹ് വീഡിയോയിലോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അവൻ്റെ ഇഷ്ടപ്പെട്ട അഹലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കമൻറ്റ് സെക്ഷനിൽ മറ്റുമായി നേരിട്ടുമൊക്കെയായി വസിയത്ത് ചെയ്ത, ദുആ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു അറുതി വരുത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് വീഡിയോയിലോട്ട് പോകാം. ഏതാണ് ഇസ്മെന്ന് നമുക്ക് നോക്കാം. രോഗങ്ങൾ ശിഫയാകുന്ന, ഗർഭിണി ചൊല്ലിക്കഴിഞ്ഞാൽ, കൃത്യമായ രൂപത്തിൽ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ സുഖപ്രസവം ലഭിക്കാൻ കാരണമാകുന്ന, ആഗ്രഹ സഫലീകരണം ലഭിക്കാൻ കാരണമാകുന്നു, എന്താണോ ഹലാലായ മുറാദ് അത് അള്ളാഹു നടത്തിത്തരാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഇസ്മാണ്. അതുപോലെ തന്നെ കച്ചവടങ്ങളിൽ പുരോഗതി പിടിക്കാൻ, ബിസിനസ് നഷ്ടത്തിൽ നിന്ന് ഉന്നതിയിലേക്ക്, വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കാരണമാകുന്ന ഇസ്മാണ് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പലർക്കും പലതരത്തിലുള്ള രോഗങ്ങളാണ്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഏറെയുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുപാട് രോഗങ്ങൾ, രോഗത്തിൻ്റെ പേര് പോലും ഓർമ്മ കിട്ടാത്ത നിലയിൽ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. അപ്പോൾ ആ രോഗത്തിൽ നിന്നൊക്കെയും നമുക്ക് ശമനം ലഭിക്കണം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കാവൽ നമുക്ക് ലഭിക്കണം. അങ്ങനെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇൻഷാ അള്ളാഹ് വളരെ കൃത്യമായി ഈ ഇസ്മ ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ, ഉസ്താദ് എന്നും രോഗമാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, അപ്പോൾ ചികിത്സിച്ചിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഉസ്താദേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ, ഈ രോഗികൾക്കൊന്നും ഹോസ്പിറ്റലിൽ പോകാതെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ട് നടന്നാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് പ്രിയപ്പെട്ടവരെ, ദീൻ പഠിപ്പിക്കുന്നത് ആദ്യം നിങ്ങൾ ചികിത്സിക്കുക, എന്നിട്ട് റബ്ബിനോട് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ചികിത്സയിൽ അള്ളാഹു ബറക്കത്ത് തരും. അങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യത്തിലും ഓരോ രീതി ഉണ്ടല്ലോ. ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കൈ കൊണ്ട് വാരി വായ്ക്കകത്ത് വെച്ച് കഴിക്കാനേ പറ്റുള്ളൂ. വെള്ളം കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹുവേ എനിക്ക് ഭക്ഷണം വായിൽ കൊണ്ട് വെച്ച് തരാൻ പറഞ്ഞാൽ അള്ളാഹു അങ്ങനെ ചെയ്യില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അത് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ടുന്ന ഒരു രൂപമുണ്ട്, ആ രൂപത്തിലായിരിക്കണം ചോദിക്കേണ്ടത്. രോഗങ്ങൾ ശിഫയാകാൻ, അതുപോലെ സുഖപ്രസവം ലഭിക്കാൻ എല്ലാത്തിനും കാരണമാകുന്ന ഇസ്മ എന്ന് പറയുന്നത്, ബിസിനസ് പച്ച പിടിക്കാൻ കഴിയുന്ന ഇസ്മ എന്ന് പറയുന്നത് യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. ഈ ഇസ്മിനെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം പറയുന്നുണ്ട്. ആ എണ്ണമല്ല
ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന എണ്ണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എണ്ണം എന്ന് പറയുന്നത് ഈ ഒരു ഇസ്മ യാ ലത്തീഫ് എന്ന് പറയുന്ന ഒരു ഇസ്മ 16,641. സ്ക്രീനിൽ എഴുതിയേക്കാം. 16,641 പ്രാവശ്യം, 16,641 പ്രാവശ്യം യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നിങ്ങൾ ഏത് നിയ്യത്തിലാണോ കരുതിക്കൊണ്ട് ചൊല്ലുന്നത് ആ നിയ്യത്തിൽ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് രോഗം ശിഫയാകാനാണ് നിങ്ങളുടെ നിയ്യത്തെങ്കിൽ അള്ളാഹു അത് ശിഫയാക്കി തരും. ഗർഭിണിയാണ് ചൊല്ലുന്നതെങ്കിൽ അതിന് സുഖപ്രസവം ലഭിക്കും. ആഗ്രഹം സഫലീകരിക്കേണ്ടതാണെങ്കിൽ അള്ളാഹു ആഗ്രഹം സഫലമാക്കി തരും. അതുപോലെ ബിസിനസ്സുകൾ വിജയിപ്പിക്കാനാണെങ്കിൽ, കച്ചവടത്തിൽ പച്ചപിടിക്കാൻ, പുരോഗതി ലഭിക്കാൻ, അതിനുവേണ്ടിയാണെങ്കിൽ അള്ളാഹു ഈ ഒരു ഇസ്മ ചൊല്ലുന്നതിലൂടെ തന്നെ അള്ളാഹു റെഡിയാക്കി തരുന്നതാണ്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക, നല്ലപോലെ ദുആരക്കുക. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു ഇസ്മാകട്ടെ, ദിക്റാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദുആകളാകട്ടെ ഇങ്ങനെ ഒരു 100 പ്രാവശ്യം ചൊല്ലിയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലെല്ലാവരും പങ്കെടുക്കുക. അതിൽ പങ്കെടുത്തിട്ട് അതിനകത്ത് വസിയത്തുകൾ അറിയിക്കുക എന്ന് പ്രത്യേകം ഒന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.